നമസ്തേ കുട്ടികളെ, ഇന്ന് ഇവിടെ പറയാൻ പോണ കാര്യം നമ്മൾ അടുക്കളയിൽ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, അന്നലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ പിതൃക്കളുടെ ശാപം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ചാർത്ത് കൂട്ടിയില്ലെങ്കിലും ശാർദ കൂട്ടുക എന്നൊക്കെ പറയില്ലേ, ശാർദ കൂട്ടിയില്ലെങ്കിലും കൂടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കളുടെ ശാപം ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. അത് പണ്ട് കാലം മുതലേ എല്ലാവരും ചെയ്യണതാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എപ്പോഴും രാത്രി അടുക്കളയിൽ കുറച്ച് ചോറ്, ഒരു സ്പൂൺ ചോറ് മതി, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കണം എന്ന് പറയും. അത് നമ്മുടെ എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ ഐശ്വര്യം ഉണ്ടാവാനാണ്. അടുക്കളയിൽ എപ്പോഴും ഞാൻ ഇതിന് മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടുക്കളയിൽ എപ്പോഴും രാത്രി കാലങ്ങളിൽ പിതൃക്കളായാലും അതുപോലെ മറ്റു ദൈവങ്ങളായാലും നമ്മുടെ വീടുകൾ വരുന്നതായിരിക്കും, പ്രത്യേകിച്ച് അടുക്കളയിൽ വരും. അപ്പോൾ അന്നലക്ഷ്മി വസിക്കുന്ന സ്ഥലമാണ് അടുക്കള. ആ അടുക്കളയിൽ എപ്പോഴും അന്നം ഉണ്ടായിരിക്കണം. നമ്മൾ ഊണ് കഴിഞ്ഞ് അല്ല കഴുകി വെച്ചാൽ കൂടെ, പണ്ടൊക്കെ പറയും ചോറ് വെച്ച പാത്രം കഴുകി വെക്കരുത് എന്ന്, പിറ്റേ ദിവസമാണ് കഴുകി വെക്കൽ. എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കിയാൽ കൂടെ നമ്മൾ ചോറ് വെച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ച് മൂടി വെക്കണം എന്നാണ് പറയാം. ആ അന്നലക്ഷ്മി വരും ഇത്രേ രാത്രിയാകുമ്പോൾ. ആ അന്നലക്ഷ്മി വന്ന് വരുമ്പോൾ നമ്മുടെ അടുക്കളയിൽ അന്നം കണ്ടില്ല വെച്ചാൽ അന്നലക്ഷ്മി കോപിക്കും, നമുക്ക് ദാരിദ്ര്യം വരുന്നെന്ന് പറയാം. ദാരിദ്ര്യം വരുന്നത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം എല്ലാവർക്കും ദാരിദ്ര്യമൊന്നും വന്നില്ലെങ്കിലും കൂടെ നമുക്ക് അടുത്ത തലമുറ, നമ്മുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്ക് ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഒരു സ്പൂണ് ചോറ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിടണം എന്ന് പറയണത്. അപ്പോൾ അങ്ങനെ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളെ പിതൃക്കളായാലും മറ്റു ദൈവങ്ങളായാലും നമ്മളെ വീട് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള സന്ദർശിക്കുമ്പോൾ അവർക്ക് ആ ഒരു അന്നം അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം തരും. ആ സമയത്ത് നമുക്ക് അനുഗ്രഹം, ഈ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലയെന്ന്. അതേമാതിരി അന്നലക്ഷ്മി അങ്ങനെയാണ്. അന്നലക്ഷ്മിക്ക് അന്നം എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരിക്കണം. ചിലവരൊക്കെ എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അത് ഇപ്പം നമുക്ക് ദാരിദ്ര്യം കാണിച്ചില്ലെങ്കിലും നമ്മുടെ അടുത്ത മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ആയിട്ട് ദാരിദ്ര്യം കാണിക്കും. അപ്പോൾ അത് ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മറക്കാതെ ചെയ്യണം. ഒരു സ്പൂണ് ചോറെങ്കിലും എടുത്ത് വെള്ളത്തിലിട്ട് മൂടി വയ്ക്കണം. അതുമാതിരി തന്നെ ഈ ചോറ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ചിലവർ. അപ്പോൾ ഈ ചോറ് എടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ ഇത് പിറ്റേ ദിവസം കാക്കയ്ക്കോ അതുമാതിരി മൃഗങ്ങൾക്കോ ഒക്കെ കൊടുക്കാം എടുത്തിട്ട്. അപ്പം ഈ കാലഘട്ടത്തിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ചോറ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഫ്ലാറ്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ അവിടെ വെച്ചിക്കാട്ടോ, ഈ ചോറും വറ്റി കൊണ്ടുവച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ കൂടെ ഒരു വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ ഈ വറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്ത് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്ലാറ്റിലുള്ളവർ ഇങ്ങനെ ചെയ്യാൻ ബാൽക്കണി ഉണ്ടെങ്കിൽ, ഇല്ല വിചാരിച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്ത് പോകുമല്ലോ, ആ സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും കുരുവിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഈ ഭക്ഷണം കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ രാത്രി ഇങ്ങനെ ചോറ് രാത്രി ഒരു സ്പൂണെങ്കിലും എടുത്ത് അടുക്കളയിൽ വെക്കണം. അതാണ് പണ്ടുള്ളവർ തൊട്ട് പറയണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ രാത്രി ചോറ് വെച്ചില്ലെങ്കിലും ഉച്ചത്തെ ചോറെങ്കിലും ഒരു സ്പൂണ് ചോറെടുത്ത് അടുക്കളയിൽ വെക്കുക. അത് പിറ്റേ ദിവസം കാക്കയ്ക്കോ കിളികൾക്കോ കൊടുക്കാം. ഇല്ലെങ്കിൽ പശുവുള്ള വീടുകളാണെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ് പുറത്ത് പോയി കൊടുക്കാം. വീട്ടിൽ ഒരു സ്പൂണ് ചോറ് എപ്പോഴും ഉണ്ടാവണം രാത്രി കാലങ്ങളിൽ. അപ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അന്നലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാവും, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.